ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗാധരനോട് മാലതിയോടും വൈജ പരാതി പറയുന്നുണ്ട്. ബാലചന്ദ്രൻ മേളിലേക്ക് പോയ കാര്യവും അവിടെ ഒരു കോളിംഗ് ബെല്ല് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് അതടിക്കുന്ന സമയത്ത് ഇവിടുന്ന് അലീന ഒറ്റ ഓട്ടോ ഓടും. എല്ലാ കാര്യങ്ങളും അവൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ എന്തിനാ ഗംഗേട്ട ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാം. ഗംഗാധരൻ പറയാണ്, വൈജയെ നീ ഒന്ന് അടങ്ങ്, കുറച്ചുകൂടെ ഒന്ന് സമാധാനപ്പെട്. ഡോക്ടർ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, അയാൾക്ക് ഇപ്പോൾ ടെൻഷൻ കൊടുക്കരുത്. അയാളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നീ കുറച്ചും കൂടെ ക്ഷമയോട് കാത്തിരിക്കുക. എന്ത് കാത്തിരിക്കുകയാണ്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അയാൾക്ക് എന്നോട് പറഞ്ഞുകൂടെ? പറയും, സമാധാനപ്പെടുക. അയാളുടെ മനസ്സൊക്കെ ശരിയായി വരുമ്പോൾ എല്ലാം പറയും. ഇപ്പോൾ അലീനയുടെ കെയറിങ്ങാണ് ആവശ്യമെങ്കിൽ അത് നടക്കട്ടെ. എന്ത് കെയറിങ്? ഇതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്. എന്താണ് ഇതൊക്കെ? ഞാൻ നിർത്തി കൊടുക്കും ഗംഗേട്ടാ. എന്നോട് കളിയൊന്നും വേണ്ട. അവളാണെങ്കിലോ വിളിച്ചൊടിഞ്ഞ് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെ വീണ്ടും കോളിംഗ് ബെല്ല് അടിക്കുക കേട്ടോ. അപ്പോൾ പതുക്കെ അലീന നടന്നു വരണുണ്ട്. ഇവരുടെ മുമ്പിൽ കൂടെ വേണം മേളിലേക്ക് കയറി പോകാനായിട്ട്. എന്നാലും ചെല്ല് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. അങ്ങനെ അലീന മേളിലേക്ക് കയറി ചെന്ന് കപ്പും സോസറും ഒക്കെ തിരിച്ചെടുത്തുകൊണ്ട് വരിക. കണ്ടോ, ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ വിളിച്ചത്. ഇനി അടുത്ത് വിളിക്കും. ഒരു ദിവസം എത്ര നേരമാണ് വിളിക്കുന്നതെയോ. അവളെ കാണാതെ ഇപ്പം ഈ ബാലചന്ദ്രൻ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ദേ വൈജയ്, ആവശ്യമില്ലാതെ നീ മോശമായിട്ടൊന്നും സംസാരിക്കരുത്. എന്താ ഗംഗേട്ടൻ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കണ്ടില്ലേ ഇപ്പം തന്നെ അടുത്ത് വീണ്ടും കോളിംഗ് ബെല്ല് അടിക്കുക കേട്ടോ. കണ്ടോ, അവൾ ഇപ്പം താഴേക്ക് ഇറങ്ങി വന്നതേ ഉള്ളൂ, വീണ്ടും ബെല്ലടിക്കുന്നു. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലും. ദേ വൈജയ്, നീ മേളിലേക്ക് കയറി ചെല്ലരുത്. അയാൾക്കത് ഇഷ്ടമല്ലെന്ന് പലതവണ നിന്നോട് പറഞ്ഞതാ. നീ പോവരുത് വൈജയ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ല ഗംഗേട്ടാ, എനിക്ക് പോകണം. എൻ്റെ ഭർത്താവ് അയാൾക്ക് എന്താ എന്നോട് ഇത്ര അകൽച്ചെന്ന് എനിക്ക് അറിയണ്ടേ? എനിക്കത് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ നേരെ ചാടി തുമ്മിച്ച് മേളിലേക്ക് കയറി ചെല്ലാണ്. ബാലചന്ദ്രൻ വാതിലിലേക്ക് നോക്കുമ്പോൾ വന്ന് നിൽക്കുന്നത് വൈജ. മൈൻഡ് ചെയ്യുന്നില്ല. എന്താ ബാലചന്ദ്രൻ വിളിച്ചത്? ഞാൻ നിന്നെയല്ലല്ലോ വിളിച്ചത്, എന്നെയല്ലേ വിളിച്ചത്? നിങ്ങൾ കോളിംഗ് ബെല്ല് അടിച്ചല്ലോ. ഞാൻ നിന്നെയല്ല വിളിച്ചത്, ഞാൻ അലീനയാണ് വിളിച്ചത്. എന്തേ, അലീന വന്നാൽ മാത്രമേ നിങ്ങൾക്കെല്ലാം ആവുന്നുണ്ടോ? അതെ, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോ. നിന്നെ ഞാനിവിടെ വിളിച്ചില്ല. നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യം എന്നോട്? അവൾ കൊണ്ടു തന്നാലേ കഴിക്കൂ, അവൾ കൊണ്ടു തന്നാലേ മരുന്ന് കഴിക്കൂ, അവൾ കൊണ്ടു തന്നാലേ ചായ കുടിക്കൂ. എല്ലാത്തിനും അവൾ വേണം. പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ? ഞാൻ ആരാ നിങ്ങളുടെ? പറ, നീ ആരാ? നീ എൻ്റെ ആരുമല്ലേ? ഇതുവരെ ആയിരുന്നെന്ന് വിശ്വസിച്ചിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. അപ്പോൾ എനിക്കെല്ലാം പിന്നെ അലീന ഇനി ചെയ്തു തന്നാൽ മതി. അലീന തന്നെയാണ് എല്ലാം. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെ എനിക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ ഞാൻ ചെയ്തു തന്നത് ഞാനാ. പിന്നെ ചെയ്തു തന്ന കണക്കുകളൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട. പൈസ കൊടുത്താൽ ആർക്കും എന്തും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. കാശ് കൊടുത്താൽ മതി. എന്തൊക്കെയാണ് ബാലചന്ദ്ര ഈ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്നെ ഇവിടെ നിൽക്കുന്നില്ല, എന്നെ കാണാൻ ഇഷ്ടമില്ല, എന്താ ഈ പറയുന്നത്? ഞാൻ സമ്മതിച്ച് തരില്ല. അവളെ ഇങ്ങോട്ട് ഞാൻ കടത്തി വിടില്ല. ദേ വൈജയ്, മര്യാദയ്ക്ക് നിൻ്റെ അടുത്ത് ഇവിടുന്ന് പോവാനാണ് പറഞ്ഞത്. പോവാൻ നിങ്ങളുടെ ആരാ അവൾ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയണുണ്ട്, എൻ്റെ ആരോ ഇല്ലെന്നല്ല, നീയും അവളും ആരാന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതിനിടയിൽ എനിക്കെന്താ റോളെന്നും ഒക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ നീ ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ സമയമാകുമ്പം ചോദിച്ചോളാം. ഞാൻ അന്നേരം മറുപടി മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് മറുപടി പറയാൻ എനിക്കാവില്ല. ഞാൻ പറയുന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇറങ്ങിപ്പോടി ഇവിടുന്ന്. എനിക്ക് നിൻ്റെ മുഖം കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാനല്ലേ പറഞ്ഞത്? കയ്യിൽ മേശപ്പുറത്തിരുന്ന പേന, പെൻസില്, ഗ്ലാസ്, വാട്ടർ ബോട്ടിൽ ഒക്കെ എടുത്ത് വൈജയുടെ നേരെ വീശി എറിയാട്ടോ. ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അലീന ഓടിക്കേറി വരുവാട്ടോ. താഴേന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്, ദേ വൈജ മേളിൽ കയറി പോയിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെയാണ് ഓടി വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും കരണി കണ്ടതൊക്കെ വൈജയുടെ ദേഹത്തേക്ക് വലിച്ചെറിയുന്ന കാരണം, അയ്യോ സാർ, എന്ത് പരിപാടിയെ കാണിക്കുന്നു? ഒന്ന് നിർത്ത് സാർ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നും പറയുമ്പോൾ അലീന വിലക്കുവാണ്. മക്കൾ 3 പേരും കൂടെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ബബിതയും കൃഷ്ണയും രോഹിത്തും ഒക്കെ. അച്ഛനിത് എന്തൊക്കെ പരിപാടിയായി കാണിക്കുന്നത്? അങ്ങനെ കൃഷ്ണ ഓടി വന്ന് അച്ഛനെ തടയണം. അച്ഛൻ നിർത്ത്, എടി ഇറങ്ങി പോവാൻ പറയടി, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ഞാൻ ബഹളം വയ്ക്കും, അലറി വിളിക്കും. എന്നിട്ട് അഴിഞ്ഞു പോയ മുണ്ടൊക്കെ ഒന്നുകൂടെ ഉടുത്ത് കെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും വൈജയെ അടിക്കണം, തള്ളിയിടണോ എന്തൊക്കെയോ അയാൾക്ക് തോന്നുകയാണ്. കൃഷ്ണ പിടിച്ചിറുക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ അവിടെ കിടക്ക്, ടെൻഷൻ ആവല്ലേ, ഡോക്ടർ പറഞ്ഞതല്ലേ ടെൻഷൻ ആവല്ലെന്ന്, കിടക്ക്. അങ്ങനെ അച്ഛനെ അവിടെ പിടിച്ച് ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് ബബിത വന്നിട്ട് പറയും, അമ്മ എന്ത് പരിപാടിയെ കാണിക്കുന്നത്? ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞില്ലേ, ഡോക്ടറും ഇവിടെ ഗംഗാധരം അങ്കിളും അതുപോലെ മനുവേട്ടനൊക്കെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറി വരരുതെന്ന്? എന്നിട്ട് വീണ്ടും അമ്മ ആര് പറഞ്ഞാലും കേൾക്കൂലെന്നോ, ഇറങ്ങിങ്ങോട്ട് എന്ന് പറഞ്ഞ് ബബിത അമ്മയെ വിളിച്ച് വെളിയിൽ കൊണ്ട് പോവാട്ടോ. ആകെ നാണക്കേടായി പോയിട്ടോ വൈജയ്ക്ക്. എല്ലാവരുടെ മുന്നിൽ ബാലചന്ദ്രൻ ഇങ്ങനെ തന്നോട് പെരുമാറുന്നത്. ഉടനെ അലീനെ നോക്കിയിട്ട് ദേഷ്യം പിടിച്ച് വരടി, ഇവിടെ വാടി എന്ന് പറയാട്ടോ. ബാലചന്ദ്രൻ കാണത്തൊക്കെ തന്നെ അലീനയുടെ മുഖത്തേക്ക് ആഞ്ഞൊരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുക. പാവം പൊന്നിച്ച പറഞ്ഞിട്ടുണ്ട് കണ്ണീന്ന്, അത്രയ്ക്ക് വീശിയാണ് അടിച്ചിരിക്കണത് കേട്ടോ.
കണ്ണ് നിറഞ്ഞു പോയിട്ടോ അലീനയുടെ. ഇത് കണ്ട് ബാലചന്ദ്രന് സഹിക്കും. അയാൾ അവിടെ നിന്ന് ചാടി എണീക്കുന്നുണ്ട്, എടീന്ന് വിളിച്ചും കൊണ്ട്. കൃഷ്ണ വീണ്ടും അവിടെ പിടിച്ചിരുത്താണ്. അച്ഛാ ദയവ് ചെയ്ത് അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അവിടെ ഇരിക്കുന്നു പറഞ്ഞ് പിടിച്ചിരുത്താം. കണ്ടോടി അവളെ അടിച്ചത്, അവള് എന്നെ അടിച്ച അടിയാ അവളെ അടിച്ചത്, ഞാൻ ഇത് വെറുതെ വിടില്ലത് എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അവസാനം ദേഷ്യം പിടിച്ച് വൈജയന്തി ഒരു ഒറ്റ പോക്ക് താഴോട്ട് പോവാണ്. താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താടി അവിടെ ബഹളം, എന്തായിരുന്നു സംസാരം എന്ന് മാലതിയും ഗംഗാധരനും ചോദിക്കുമ്പോൾ മറുപടി പറയാതെ നേരെ മുറിയിലേക്ക് പോവാണ് കേട്ടോ വൈജ. തൊട്ട് പിറകെ ബബിതയും രോഹിത്തും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബബിത പറയാണ്, അമ്മ അലീനയുടെ കവളിൽ ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവളും അങ്ങ് പോവാ. ഇവരന്തം വിട്ട് പോവാട്ടോ. എന്നിട്ടാണെങ്കിൽ നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് ഗംഗാധരൻ, എന്തൊക്കെയാണ് ഇവളീ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ പാവം അലീനയെ അകത്തേക്ക് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയാം, മോളെ ഈ അച്ഛനോട് ക്ഷമിക്ക്, അച്ഛന് വേണ്ടിയിട്ടല്ലേ, നിന്നെ അല്ല അവൾ തല്ലിയത്, ശരിക്കും എന്നെ അടിച്ച് അടിയായത് എന്ന് പറഞ്ഞാൽ കവളിൽ തഴുകി കൊടുക്കാട്ടോ. കൃഷ്ണൻ നോക്കി നിൽക്കുകയാണ്, ഈ അച്ഛന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പം അത് കഴിഞ്ഞ് അലീന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാനുണ്ട് ഗംഗാധരൻ. അലീനയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, സങ്കടം കൊണ്ട് മാറി നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. തൊട്ട് പിറകെ വന്ന കൃഷ്ണമോളാണ് കാര്യങ്ങൾ പറയുന്നത്. അത് അച്ഛന് മുറിയിൽ ചെല്ലുന്നത് അമ്മ പോകുന്നത് ഇഷ്ടമല്ല, എന്നിട്ട് കയറതെന്ന് പറഞ്ഞിട്ട് അമ്മ അതിനകത്ത് കയറി അച്ഛനോട് വഴക്കുണ്ടാക്കി. അച്ഛൻ അവിടെ കിടന്ന് ആകെ പരാക്രമവും ബഹളമൊക്കെ കാണിച്ചു. അത് കാണിച്ചതിൻ്റെ അതിനുള്ള ദേഷ്യം എത്രയും കൂടെ അമ്മ അലീന ചേച്ചിയുടെ കവളത്ത് തീർത്തു. ഇതായിപ്പോൾ അവിടെ നടന്നത്. എത്ര പറഞ്ഞാലും അമ്മ കേൾക്കത്തില്ല. ഇത്രയും കഴിഞ്ഞതും തിരിഞ്ഞു നോക്കാനട്ടോ അലീനയെ ഗംഗാധരൻ പാവം നിന്ന് കരയാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഗംഗാധരൻ നേരെ മുറിയിലേക്ക് ചെന്നിട്ട് വൈജയോട് പറയാം, എന്താ വൈജ നീ അവിടെ കാണിച്ചു കൂട്ടിയത്, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, നിന്നോട് പറഞ്ഞില്ല അതിനകത്ത് കയറരുതെന്ന്, ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ, എത്ര തവണ ഞാൻ പറഞ്ഞു നിന്നോട്, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ. ഗംഗേട്ടൻ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. എന്ത് കാര്യങ്ങൾ എന്താണോ, അവളും മതിയെന്ന് അങ്ങേർക്ക്, പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ, ഞാനൊരു ഭാര്യയായിട്ട് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, പറ ഗംഗേട്ടന് തന്നെ പറ. എടി നീ ഇപ്പോൾ ഒന്ന് സമാധാനപ്പെടും, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അയാളുടെ മനസ്സിപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ്, അതൊന്ന് തിരിച്ചു വരണം, സമയം എടുക്കും. എന്ത് കൈവിട്ട് പോയോ, ഒരു ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ, ഇതൊക്കെ അഭിനയമാണ് പകുതിയും കാണിക്കുന്നത്, എന്നോടുള്ള വാശി ശരിയും ആയിരിക്കാം, നിന്നോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ, നിന്നോട് എന്തോ ഒരു ദേഷ്യം കൊണ്ടാണ് അലീനയോട് ഇങ്ങനെ കൂടുതൽ സ്നേഹം കാണിക്കുന്ന പോലെ കാണിക്കുന്നതല്ല, നീ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഇല്ല, ഞാനിത് വെച്ച് പൊറിപ്പിക്കില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്, അലീനെ നിനക്ക് സംശയമുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവാതിരിക്കാൻ നീ നോക്കിക്കോളാം. പിന്നെ അതല്ല ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ബാലചന്ദ്രനും അലീനയും തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നു? അതാ ഞാൻ പറഞ്ഞത്, ഇതുവരെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ അതിന് ഞാൻ ഇട കൊടുക്കില്ല. അതിനു മുമ്പേ അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും ഗംഗേട്ടാ. എടി നീ അവളെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, അവൾ അങ്ങനെ ഒരു പെണ്ണല്ല, അത് നിങ്ങളുടെ തോന്നലാണ്. അല്ലെന്നേ, ഞാൻ പലതവണ നിന്നോട് പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കരുത്, നീ എല്ലാം ഓർത്ത് വേണം മുന്നോട്ട് പോകാൻ. അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, അയാൾക്ക് സമാധാനം കൊടുത്തിരുത്തേണ്ടത് നിൻ്റെ കടമയാണ്. നിൻ്റെ സാമീപ്യം ഇപ്പം അയാൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നീ ഒരു അല്പ ദിവസം ഒന്ന് ഒഴിഞ്ഞു മാറിക്കൊടുക്കുക. അതിനും വയ്യാന്ന് വെച്ചാൽ നീയാണല്ലോ ഈ വീട്ടിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഓ അത് ശരി, അപ്പോൾ ഗംഗേട്ടനും അവരുടെ സൈഡല്ലേ. വീട്ടിൽ നിൽക്കുന്ന വേലക്കാരി ഭർത്താവിന് അവിഹിത ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ട് നിൽക്കണോ? ഗംഗേട്ടനും കൂടെ കൂട്ട് നിൽക്കരുത് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് പറയണതും ഒരൊറ്റ അടിയും കൊണ്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ. മര്യാദയ്ക്ക് സംസാരിക്കടി, ആവശ്യമില്ലാതെ ഇങ്ങനെ വളച്ചൊടിക്കരുത് കാര്യങ്ങൾ, കുറച്ചുകൂടെ കൾച്ചറായിട്ട് സംസാരിക്കണം. ഇങ്ങനെയല്ല നീ എന്നെ കൂടെ സംസാരിക്കേണ്ടത്. വൈജ നാണം കിട്ടുപോയി. അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് 3 മക്കളും അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കൃഷ്ണയും ഭവിത രോഹിത്തും ഓടി വന്നിട്ടുണ്ട് ഇവിടുത്തെ അങ്കിളിൻ്റെ വഴക്ക് കേട്ടിട്ട്. എന്നിട്ട് മക്കൾ നിൽക്കുന്നത് പോലും നോക്കിയിട്ടില്ല. ഉടനെ തന്നെ ഗംഗാധരൻ പറയണം, സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, എന്തും വിളിച്ച് പറയാം എന്ന് നീ വിചാരിക്കരുത്. സ്വയമായിട്ട് അങ്ങ് നല്ല പിള്ള ചമഞ്ഞ് മറ്റുള്ളവരുടെ ദേഹത്ത് കൊണ്ട് കുറ്റം ചമഞ്ഞിട്ട് കൊടുക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കാൻ നീ പഠിക്കണം, മനസ്സിലായോ? നീ എങ്ങനെ ജീവിച്ചവളാടി? ആഗ്രയിൽ നീ എൻ്റെ കൂടെ വന്ന് നിന്ന സമയത്ത് അവിടെ നീ കാണിച്ചു കൂട്ടിയതെല്ലാം എന്തൊക്കെയാണ് നീ ഓർത്തെടുത്ത് നോക്ക്, അപ്പോൾ അറിയാം. ഇതുവല്ല നീ വളർത്തി വെച്ചിട്ടുള്ള മക്കളെങ്ങാനും അറിഞ്ഞാലോ, നിന്നെ എടുത്ത് മീനച്ചിലാറ്റിലേക്ക് വെടുത്തെറിയും. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാവും അവർക്ക്. അതുകൊണ്ട് മറ്റുള്ളവർ തരം താഴ്ത്തി സംസാരിക്കുന്നതും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് നിൻ്റെ കൾച്ചറായിരിക്കും. അത് വേറെ ആരുടെടുത്തും എടുക്കരുത്, മനസ്സിലായല്ലോ? ഇത് എൻ്റെ അവസാനത്തെ വാക്കാണ്. മേലിൽ ഈ വീട്ടിൽ നീ കാരണം ഒരു പ്രശ്നമുണ്ടാക്കരുത്. ബാലചന്ദ്രന് അലീനയാണ് കാര്യങ്ങൾ നോക്കാൻ താല്പര്യമെങ്കിൽ ആ കുട്ടി അവിടെ തന്നെ നിൽക്കും, അമ്മയെ നോക്കാനും അവിടെ തന്നെ നിൽക്കും. പിന്നെ ബാലചന്ദ്രനല്ലേ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്, പിന്നെ നിനക്കെന്താ കുഴപ്പം? നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോണ്ട, മനസ്സിലായല്ലോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് അറിയിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു തർക്കമോ ഒന്നും വയ്ക്കരുത്. ദയവ് ചെയ്ത് അയാൾക്കൊരു മനസ്സമാധാനം കൊടുക്കുക. പക്ഷേ ഇന്ന് നീ ആ കൊച്ചിൻ്റെ ദേഹത്ത് അടിച്ചില്ലേ കവളിൽ, അത് എന്നിട്ട് ബാലചന്ദ്രനെ ചേർത്ത് നീ പറഞ്ഞില്ലേ, ഇന്നല്ല നാളെ ഒരു ദിവസം നീ അതോർത്ത് ദുഃഖിക്കും.
പിന്നെ ഞാൻ ദുഃഖിക്കോടി, നീ ഉറപ്പായിട്ടും ദുഃഖിക്കും, നീ അറിയും ഏതാന്ന് അന്നേ മനസ്സിലാക്കുള്ളൂ, ഇന്ന് നീ അത് മനസ്സിലാക്കില്ല. അങ്ങനെ അവർ നല്ല വഴക്കെല്ലാം കൊടുത്തിട്ട് അവിടുന്ന് പോവാത്ത എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.